ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഞാൻ കഴിച്ച് ആസ്വദിക്കണം. അടിപൊളി. സ്വന്തം ഉണ്ടാക്കിയ കേക്ക് സ്വന്തം തിന്നെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സോനാപ്പി. ഇത് പറയാനല്ല കേട്ടോ, വേറൊരു സാധനം കാണിച്ചു തരാനാണ് വന്നേക്കണേ. വാ, അത് കാണാം. ഇന്നേ കുറേ നാളായിട്ട് കൊതിച്ചിരുന്നൊരു സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും പുറത്ത് പോകുന്ന സമയത്ത് ഇതിങ്ങനെ വഴിയരികിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും വാങ്ങണമെന്ന്. അപ്പം ഇന്ന് സോന വന്നപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് കാണിച്ചു തരട്ടെ. ഇതാണ് ആ സാധനം. അയിനിച്ചക്ക, ആഞ്ഞിലിച്ചക്ക എന്നൊക്കെ പറയില്ലേ? നിങ്ങളുടെ സ്ഥലത്തേക്ക് എന്തെങ്കിലും പറയണമെന്ന് എനിക്കറിയില്ല. ഇവിടെ അയിനിന്നും ആഞ്ഞിലിച്ചക്ക എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നോക്കിക്കേ, ചെറിയൊരു വാഴക്കൊല പോലെ. വാഴക്കൊല എന്നല്ലല്ലോ പറയാ, വാഴക്കൊല എന്താ പറയാ, ചുവന്ന കളറിലെ കരിക്കില്ലേ, കരിക്ക് പോലെ അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്, എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ട്. എന്തായാലും കഴിച്ചോക്കട്ടെ. ഒരെണ്ണെടുത്തൊന്നും കഴിക്കാൻ പാടില്ല, അതിങ്ങനെ ഒരുമിച്ച് കുറച്ചെടുക്കണം. പുളി പതിരും. കുരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാത്ത അധികം തിന്നാനൊന്നുമില്ല. പക്ഷെ ആ കുറച്ചുള്ളൊരു ഇത് തന്നെ എന്ത് രസമെന്ന് അറിയോ? ഈ കുരു ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ കപ്പലണ്ടിക്ക് വറുത്ത് തിന്ന പോലെ കഴിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നേരത്തെ പറഞ്ഞത് ഞാൻ മാറ്റി പറയണ്ട. ഈ സംഭവം ഒരുമിച്ച് കഴിക്കണേക്കാളും ഓരോന്നായിട്ട് എടുത്ത് കഴിക്കുമ്പോൾ നമ്മൾ ഈ റംബൂട്ടാൻ കഴിക്കണ പോലെ നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടുന്നതാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഇപ്പോഴത്തെ തലമുറയിലുള്ള പിള്ളേരുകൾ കഴിക്കാത്തവരുണ്ടാവും, വാങ്ങിച്ചു കൊടുക്കണം കേട്ടോ. അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.